Hi, hello, welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോപ്പിൽ കുറച്ചധികം കിഡ്സ് ഹെൽമെറ്റിൻ്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങാണ്ട് ആ ഒരു തേർഡ് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടതാണ് ഈ കിഡ്സ് ഹെൽമെറ്റ്. പിന്നീട് ഒരുപാട് വെറൈറ്റീസ് വന്നു. അപ്പോൾ ഞാൻ അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിഡ്സ് ഹെൽമെറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റീൽ ബേർഡിലും അതുപോലെ തന്നെ വെഗ പിന്നെ സ്റ്റഡ്സിൽ ഈ ഒരു 3 ബ്രാൻഡ്സിലാണ് കിഡ്സ് ഹെൽമെറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് സൈസാണ്. അതായത് വെഗയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ഷെയ്ഡ് ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ സൈസാണ്. ഒരു 4 to 5 ആ ഒരു കുട്ടികൾക്ക് പറ്റുന്ന ഒരു സൈസാണ് ഈ വെഗയിൽ വരുന്നത്. ഇത് വളരെ ഒരു ചെറിയ ഹെൽമെറ്റാണ്, കുട്ടി ഹെൽമെറ്റാണ്, അധികം ബൾക്കിനെസ് ഒന്നും തോന്നിക്കുന്നില്ല. അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. വൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്, ഒരു സി ഡിസൈനായിട്ട് ഷാർക്ക് ഡിസൈനായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലേഡീസിൻ്റെ ഒരു അതായത് പെൺകുട്ടികളുടെ ഒരു പിങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് സ്റ്റോക്ക് ഔട്ടാണ്. ഇതാണ് വെഗയിൽ വരുന്നൊരു സ്റ്റാർട്ടിങ് സൈസ്. ഇനി നമ്മൾ സ്റ്റഡ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡും സ്റ്റഡ്സിൽ വരുന്നൊരു സ്റ്റാർട്ടിങ് സൈസാണ്. ഇത് പ്ലെയിനിൽ വരുന്ന ഇങ്ങനെ പീക്കും ഒരു ബ്ലാക്ക് പീക്കും അതുപോലെ തന്നെ നല്ലൊരു കിഡിലിൻ വൈസറൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ തന്നെ പർപ്പിളാണ്. ഇത് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈൻസാണ്. ഇത് ഇങ്ങനൊരു ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബോയ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഗേൾസ് ഡിസൈൻസും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇപ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് വാങ്ങി, അപ്പോൾ അതും സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം സ്റ്റോക്ക് അപ്പ് ടു ഡേറ്റ് ആക്കി വെക്കാറുണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് സ്റ്റീൽ ബേർഡിൽ തന്നെ കിഡ്സിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇത് ഓസോൺ എന്നാണ് ഈ ഒരു പാറ്റേണിൻ്റെ പേര്. ഇത് ഒരു 5, 6, 7 ആ ഒരു ഏജിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് പിങ്ക്, ഇത് ബ്ലൂ, അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യാനും വളരെ എളുപ്പമാട്ടോ. കുഷ്യനും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ നോസിൻ്റെ അവിടെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യെല്ലോ ആണിത്. യെല്ലോ ഡിസൈനും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഇതിൻ്റെ റെഡ് കളർ വന്നിട്ടുള്ളത്. ഇതെല്ലാം സ്പൈഡർമാൻ ആ ഒരു ഡിസൈനാണ് വരുന്നത്. ഇത് സ്റ്റീൽ ബേർഡിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 800 സംതിങ്ങാണ് വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ സ്റ്റഡ്സിലും വെഗയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 1000 എബോവ് വരും. പിന്നെ നമുക്ക് വെഗയിൽ തന്നെ ഇതുണ്ടോ ഇങ്ങനൊരു കുറച്ചും കൂടിയും വലിയ ഇതും ഒരു 5, 6, 7 ആ സൈസിൽ വരുന്ന കുട്ടികൾ തന്നെയാണ് യൂസ് ചെയ്യുക. 8 വരെയൊക്കെ പോവും മാക്സിമം. പക്ഷേ നമുക്ക് ഒരു ഹെഡിൻ്റെ വലുപ്പം അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പീക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെയും 2-3 കളേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വേറെ 2 കളേഴ്സ്, വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ. ഇത് വെച്ചാൽ ചില ഒരു ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളും ചിലപ്പോൾ ഇത് കൊണ്ടുപോകാറുണ്ട്. കാരണം ഹെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്കിത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വെഗ ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രാൻഡും കാര്യങ്ങളും ISI ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈസ് അനുസരിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്നത് വെഗയുടെ തന്നെ ഇത് ബഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതും ആ ഒരു സൈസ് തന്നെ കേട്ടോ വരുന്നത്. പക്ഷെ ഇതിൽ പീക്കില്ലാത്തൊരു ഡിസൈനാണ്. ഇതൊരു 5 to 10 ആ റേഞ്ചിൽ 5 വയസ്സ് മുതലെന്ന് പറയാൻ കാരണം ചില കുട്ടികളുടെ തല കുറച്ച് വലുതായിരിക്കും. അപ്പോൾ സൈസൊക്കെ ഇട്ട് നോക്കിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇത് നല്ലൊരു ബീറ്റിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് തന്നെ, വെഗ ബീറ്റിൽ. അപ്പോൾ ഇതൊരു ബീൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വൈസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാത്തിലും ഈ ഒരു മൈക്രോ റിട്രക്ഷൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ 3 കളേഴ്സ് ഉണ്ട്. ഈ ഒരു പാറ്റേൺ ബഡ്സാണ് ഇതിൽ ഡിസൈൻ വരുന്നുണ്ട്. ബാക്കി എല്ലാതും പ്ലെയിൻ കളേഴ്സാണ്. ഒന്ന് ഈ ഒരു റെഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇതെല്ലാം വെഗയുടെ ബഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് പറഞ്ഞിട്ട് വെഗ ബഡ്സിൻ്റെ ബീറ്റിൽ എന്നുള്ളൊരു പാറ്റേൺ ആണ്. പക്ഷേ ഇത് പ്ലെയിൻ ഷെയ്ഡിൽ വരുന്ന ബഡ്സ് എന്നുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം കവറേജൊക്കെ ഉള്ളൊരു ഹെൽമെറ്റാണ്. നല്ല രീതിയിൽ തന്നെ ബാക്കും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹെൽമെറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൊറിയർ വഴി നിങ്ങൾ എവിടെയാണോ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ദൂരം അനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു
ടൈം സ്പാനൊക്കെ. ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്സിൻ്റെ ഒരു ടീനേജർ ആയിട്ടുള്ളൊരു കുട്ടി, അതായത് ഒരു 8, 9, 10, 11, 12, 15, 20 വയസ്സ് വരെയുള്ള ആൾ വരെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് സ്റ്റഡ്സിൻ്റെ ഒരു കിടിലൻ ഹെൽമെറ്റാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി വൈസൊക്കെ അടിപൊളിയാണ്. സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ് കിഡ്സ് ഹെൽമെറ്റിൽ ക്വാളിറ്റി വൈസ് പറയുകയാണെന്നുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലെങ്തി ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ച് പ്രൈസ് ഉള്ളത്. 1175 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇതിൻ്റെ 3 ഷെയ്ഡ് ഉണ്ട്. ഒരു പിങ്ക് ഉണ്ടാവും, ഒരു ബ്ലൂ, പിന്നെ ഈ വൈറ്റ്. ഇപ്പോൾ പിങ്കും ബ്ലൂ ഒക്കെ നമുക്ക് സോൾഡ് ഔട്ടാണ്, ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ കുട്ടികളുടെ ഈ ഹെൽമെറ്റ്. ഇവിടെ ഇരിക്കുന്ന ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീൽ ബേർഡിൻ്റെ ഹെൽമെറ്റാണ്. സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റീൽ ബേർഡിൻ്റെ കിഡ്സ് ഹെൽമെറ്റ് ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. നമ്മളങ്ങനെ എപ്പോഴും വെഗ അല്ലെങ്കിൽ സ്റ്റഡ്സ് ചെയ്യാറുള്ളൂ. ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല, പക്ഷേ സ്റ്റഡ്സ് വെച്ച് നോക്കുമ്പോൾ എങ്കിലും ഈ ഹെൽമെറ്റ് അടിപൊളിയാണ് കേട്ടോ. അത് കുറച്ചും കൂടിയും കാണാനുണ്ട്. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് പറഞ്ഞാൽ കുട്ടികളുടെ ആയോട്ടെ അതിൻ്റേതായൊരു വെയിറ്റ് കുറവുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ എൻ്റെ ഒരു 7, 8, 9, 10 അങ്ങനെ 11, 12. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം കവറേജ് ഉണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ വൈസറും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു പീച്ച് ഷെയ്ഡ്, ഓറഞ്ച്, പിന്നെ യെല്ലോ, എല്ലാത്തിലും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു റെഡ്. ഇതൊക്കെ സൈസ് നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ ഹെഡിൻ്റെ സൈസ് മെഷർ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ സൈസ് ഉണ്ട് ഇവിടെ എല്ലാ ഹെൽമെറ്റിനും സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് അനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം അത് ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു ഹെൽമെറ്റ് കണ്ടോ, ഇത് ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സൈസാണ്. ഇവൾക്കിത് കറക്റ്റാണ്. ഇവിടെ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സൈസാണ്. പിന്നെ കണ്ടോ, ഫേസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൾക്കിപ്പോൾ 7, 8 വയസ്സായിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു ഏജിൽ വരുന്ന ഈ ഒരു സൈസ് പാകമുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹെൽമെറ്റ് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഇത് കുറച്ച് വലിയ ആൾക്കാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ള ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഇവൾക്ക് കുറച്ച് കുഴപ്പമില്ല, എന്നാലും യൂസ് ചെയ്യാം. കുറച്ചാൾ അധികം യൂസ് ചെയ്യുക. പിന്നെ ഇത് വെഗയുടെ ഹെൽമെറ്റാണ് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇതും ഈ ഒരു സൈസിൽ പാകമാണ്. ഇത് കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും നല്ല കവറേജോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ നല്ല കവറേജ് കിട്ടുന്നുണ്ട്. കട്ടി ഇത് സ്റ്റീൽ ബേർഡിൻ്റെ ആ ഒരു ചെറിയ സൈസാണ്. ഇതും ഇവൾക്ക് അത്യാവശ്യം കറക്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇവളുടെ കറക്റ്റ് സൈസ് എന്ന് പറയാം. ഇവൾക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കാണിച്ചു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡിൻ്റെ സൈസ് കുറച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും ഇവളെ പ്രായമുള്ള കുട്ടികൾ കൊണ്ടുപോകുന്ന ഒരു ഹെൽമെറ്റ് തന്നെയാണ് കേട്ടോ. ഇവളുടെ പ്രായം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഹെഡ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുക. അത്യാവശ്യം അങ്ങനെ ബൾക്കിനെസ്സൊന്നും തോന്നുന്നൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല കവറേജോടുകൂടി യൂസ് ചെയ്യുക. ഇത് ആ ബഡ്സിൻ്റെ ബീറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് ഇവൾക്ക് ഉണ്ടോ, ഇതും ഇവൾക്ക് അത്യാവശ്യം കറക്റ്റാണ് എടുക്കണമെങ്കിൽ. ഈ പ്രായക്കാർക്ക് ഇത് ഇപ്പോൾ ഇവൾ കുറച്ച് സൈസ് ഉണ്ട്, പക്ഷേ ഇവളെ പ്രായക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. ഇത് ഈ ഒരു പ്രായം കുട്ടികൾക്കുള്ള ഹെൽമെറ്റാണ്. അപ്പോൾ ഈ ഒരു ഇതില്ലേ, ഈ ഒരു വള്ളി നമുക്ക് ലൂസാക്കി കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണോ ഈ വെഗയുടെ. പിന്നെ ഇത് അത്യാവശ്യം കവറേജ് കുറവാണ് ഈ ഹെൽമെറ്റ്. അതേസമയം നമ്മൾ ഈ സ്റ്റഡ്സിൻ്റെ ഈ ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല കവറേജ് ഉണ്ടാവും. ഇപ്പോൾ ഈ പ്രായം കുട്ടികൾക്ക് ഇടുകയാണെങ്കിൽ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവറേജും പിന്നെ അത്യാവശ്യം ലൂസിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ
ചില കുട്ടികളുടെ ഹെഡ് വളരെ ചെറുതായിരിക്കും, കുഞ്ഞി ഹെഡായിരിക്കും. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെൽമെറ്റ് ആട്ടോ ഈ ഒരു കുഞ്ഞി ഹെൽമെറ്റ്. പിന്നെ കുട്ടികളൊന്നും അങ്ങനെ ഹെൽമെറ്റ് ഇടൂല, അപ്പോൾ ഇവിടെ തന്നെ അങ്ങനെ ഇടുകയൊന്നുമില്ല. വീഡിയോ നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് കിഡ്സ് ഹെൽമെറ്റ് പരിചയപ്പെടുത്തി. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് മോഡൽസൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ നമ്മൾ ഇനിയും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇപ്പോൾ വളരെ നിർബന്ധമായിട്ട് തന്നെ 4+ ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഹെൽമെറ്റ് വെക്കണം എന്നുള്ളത് 2 വീലേഴ്സിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഹെൽമെറ്റ് മസ്റ്റായിട്ട് വാങ്ങി കൊടുക്കുക. അവർക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ട പാറ്റേൺസൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ യൂസ് ചെയ്തോളും. അപ്പോൾ എല്ലാതും ISIയും ബ്രാൻഡഡും ആണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഹെൽമെറ്റ് വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51. ടാറ്റാ.